നമസ്കാരം. കലിയുഗവരദൻ്റെ താണ്ഡവം തുടരുകയാണ്. ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ നിരവധി വഴിത്തിരിവുകളോടെ അത് ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അയ്യപ്പനെ അപമാനിക്കാൻ, അയ്യപ്പൻ്റെ ആചാരങ്ങൾ ലംഘിക്കാൻ, അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നും സ്വർണമടക്കമുള്ളവ മോഷ്ടിച്ചു കൊണ്ടുപോവാൻ ഇറങ്ങിപ്പുറപ്പെട്ട കമ്മിക്കൂട്ടങ്ങൾ നാണക്കേടുകൊണ്ട് തല ഉയർത്താൻ കഴിയാത്ത വിധത്തിലേക്ക് വീണുപോയിരിക്കുന്നു. വീടുകളിൽ ചെന്ന് തെറി മുഴുവൻ കേട്ട് മനുഷ്യൻ്റെ കോപം അവസാനിപ്പിക്കാനാണ് പിണറായി എന്ന മഹാന്റെ നിർദ്ദേശം. എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല കലിയുഗ വരദൻ്റെ കോപം എന്ന തീർച്ച. ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ അയ്യപ്പ മോഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അത്തരത്തിൽ ഇത്തരക്കാരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ന് അതിരാവിലെ നമ്മൾ ആദ്യം കേൾക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ED കലിപ്പോടെ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ വാർത്തയാണ്. ED നേരത്തെ തന്നെ ECR രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. EDക്ക് അറിയേണ്ടത് ഏതുതരം കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്നാണ്. അടിമുടി കള്ളപ്പണ ഇടപാടുകളാണ് എന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായി. ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ചെന്നവസാനിക്കുന്നത് കള്ളപ്പണ ഇടപാടുകളിലാണ്. തന്ത്രി മുതൽ മന്ത്രി വരെ സകലരും കള്ളപ്പണ ഇടപാടുകളുടെ ദല്ലാളന്മാരാണെന്ന് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരുത്തനെയും വിടാതെ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ട സകലരുടെയും വീടുകളിൽ, അവരുടെ ഓഫീസുകളിൽ, അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ED കയറി ഇറങ്ങി നിരങ്ങി. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള ഇവരുടെയൊക്കെ വീടുകളിലും ഓഫീസുകളിലും സ്ഥിര സാന്നിധ്യ പ്രദേശങ്ങളിലും അവരെത്തി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിലും അവരുടെയൊക്കെ വസതികളിലും EDയുടെ റെയ്ഡ് നടക്കുകയാണ്. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ CPM ജില്ലാ സെക്രട്ടറിയുമൊക്കെയായ പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ ദീർഘനേരമായി റെയ്ഡ് നടക്കുന്നു. CPMന് സ്വന്തമായി ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ എല്ലാ ചുക്കാനും പിടിച്ച മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ N വാസുവിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മുൻ ദേവസ്വം ബോർഡ് അംഗവും കേരള പോലീസിലെ സെർവിംഗ് DIGയുടെ പിതാവുമായ KP ശങ്കരദാസിന്റെ വീട്ടിലേക്കും റെയ്ഡുമായി ED എത്തിയതായി തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ മുരാരി ബാബു അടക്കം ദേവസ്വം ബോർഡിലെ സകല കള്ള ഉദ്യോഗസ്ഥന്മാരുടെയും വീടുകളിലും അവർക്ക് സാന്നിധ്യമുള്ള ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്നു. നിരവധി രേഖകൾ, അവരുടെ വസ്തുഭൂമി ഇടപാടുകളുടെ വിശദാംശങ്ങൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് പല ED റെയ്ഡുകളും നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ശക്തമായ, ഇത്രയും സജീവമായ ഒരു ED റെയ്ഡ് അപൂർവമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇത് വ്യക്തമാക്കുന്നത് ഒറ്റ കാര്യമാണ്. ശബരിമല മോഷണ കേസിൽ വിജിലൻസ് എടുത്ത കേസിൽ പ്രതികളായി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് അഥവാ കേരള ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ അനുവദിച്ചാലും അവരാരും പുറത്തു വരില്ല എന്ന യാഥാർത്ഥ്യം. ഒരു കാര്യം ഓർക്കുക, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജയിൽവാസം ആദ്യ കേസിൽ 90 ദിവസം പിന്നിട്ടിരിക്കുന്നു. രണ്ടാം കേസിലെ ജയിൽവാസം ഈ 30ഓടുകൂടി 90 ദിവസമാകും. മറ്റു പല പ്രതികളുടെയും ജയിൽവാസം 90 ദിവസം എന്ന കാലഘട്ടം പിന്നിടുകയാണ്. അവർക്കാർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അറസ്റ്റിലാവാതിരിക്കാൻ, അതിനു മുമ്പ് ജാമ്യം കിട്ടാൻ അങ്ങ് സുപ്രീം കോടതി വരെ പോയി പോരാടിയ KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിൽ റിമാൻഡ് തടവുകാരനായി ചികിത്സ നേടേണ്ട സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല, കിട്ടുന്ന സാഹചര്യവുമില്ല. എന്നാൽ ആർക്കെങ്കിലും ജാമ്യം കിട്ടി പുറത്തു വന്നാൽ ഉടനടി EDയുടെ അറസ്റ്റ് ഉണ്ടാവും. ED തൽക്കാലം അറസ്റ്റിന് തുനിയാത്തത്, അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാത്തത് നിലവിൽ ഇവരൊക്കെ ജയിലിലായതുകൊണ്ടാണ്. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവർ ആ വഴിക്ക് പോവട്ടെ. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. അവർ നടത്തിയ അന്വേഷണങ്ങളുടെ തുടർച്ചയായി കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചോളാം. ഇവിടെ പ്രത്യേക അന്വേഷണ സംഘം മോഷണത്തെക്കുറിച്ചും മോഷണ മുതലിനെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചുമാണ് അന്വേഷണം നടത്തുന്നത്. എന്നാൽ EDക്ക് വേണ്ടത് കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് അവർക്ക് ധൃതിയില്ല. എല്ലാ രേഖകളും പിടിച്ചെടുക്കാൻ പോകുന്നു. എല്ലാ സാമ്പത്തിക ഇടപാടുകളും വിശദാംശങ്ങൾ ശേഖരിക്കുന്നു. ഒടുവിൽ കേരള പോലീസിന് ആവശ്യം കഴിഞ്ഞവർ പുറത്തു വരുമ്പോൾ അറസ്റ്റ് ചെയ്യാം എന്ന നിലപാടിലാണ് ED. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പനെ മോഷ്ടിക്കാൻ ഇറങ്ങിയ ഒറ്റയൊരുത്തനും ഉടനെയെങ്ങും ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. ജയിലിൽ പോവാതെ ഇത്രകാലം വ്യാജ ICUവിൽ കഴിയുകയും ഒടുവിൽ നിവൃത്തികെട്ട് മെഡിക്കൽ കോളേജ് സെല്ലിലേക്ക് മാറുകയും ചെയ്ത ശങ്കരദാസിനും ഉടനെയെങ്ങും ശാപമോക്ഷം ഉണ്ടായെന്ന് വരില്ല. ഇങ്ങനെ EDയുടെ റെയ്ഡ് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്നലെ ഹൈക്കോടതിയിൽ സംഭവിച്ചതിന് വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നു.
ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് കെ രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും ഉൾപ്പെട്ട ബെഞ്ചാണ് ഇതുവരെയുള്ള അന്വേഷണം വിലയിരുത്തിയത്. അന്വേഷണ സംഘ തലവനായ ADGP വെങ്കടേഷും SP ശശിധരനും ദേവസ്വം വിജിലൻസ് ഓഫീസറും നേരിട്ട് കോടതിയിൽ ഹാജരായി റിപ്പോർട്ട് സമർപ്പിച്ച് കോടതിയുടെ നിരീക്ഷണങ്ങൾ കേട്ട് മടങ്ങുകയായിരുന്നു. അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്താനും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഇതിന്റെ പിറകോട്ടും മുമ്പോട്ട് പോകാനും കോടതി നിർദ്ദേശം നൽകി. കുറഞ്ഞത് 2 ദശാബ്ദക്കാലത്തെയെങ്കിലും ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ 2019 മോഷണം നടന്ന അന്നു മുതൽ 2025 പിടിക്കപ്പെടുന്നത് വരെയുള്ള കാലത്തെ അന്വേഷണമായിരുന്നു ഇപ്പോൾ നടത്തിയതെങ്കിൽ അതിന് പിറകോട്ട്, അതായത് ഒരുപക്ഷെ 98 ശബരിമലയിൽ വിജയ് മല്യയും സംഘവും 30 കിലോയിലധികം സ്വർണം സ്ഥാപിച്ചതു മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. പത്മകുമാറിന് ശേഷം ദേവസ്വം ഭരിച്ച PS പ്രശാന്ത് വരെ അന്വേഷണ പരിധിയുടെ ഭാഗമാവും. ഹൈക്കോടതി പറയുന്നു, ഇത് കണ്ടതിലും കേട്ടതിലും വലിയ കൊള്ളയാണ്. അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവൂ. ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഒരൊറ്റ മോഷണമല്ല. കഴിഞ്ഞ കുറേ കാലമായി അവിടെ മോഷണ പരമ്പര നടക്കുന്നു. ഈ മോഷണ പരമ്പര ആസൂത്രിതമായി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നൊരുക്കിയതാണ്. ആ മോഷണം ഏതെങ്കിലും ഒരു നേതാവിലോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനിലോ അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ശബരിമലയിൽ നടന്ന മുഴുവൻ മോഷണങ്ങളും അതെങ്ങനെ പിടിക്കപ്പെടാതെ പോയി, എങ്ങനെ കണ്ടെത്താതെ പോയി എന്നത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ അന്വേഷണ സംഘത്തിന് സർക്കാരിനെ ഭയപ്പെടുകയേ വേണ്ട. ഈ അന്വേഷണ സംഘത്തിന് ദീർഘകാലം ഈ പണി ചെയ്യാനുണ്ടാവും. അതിനു മുമ്പ് സർക്കാർ പോയി പുതിയ സർക്കാർ വരും. അതുകൊണ്ട് സർക്കാർ എന്തു പറയുന്നു എന്നതിനി ഗൗനിക്കേണ്ടതേയില്ല. സകല കള്ളന്മാരെയും, അത് CPMകാർ മാത്രമാവണമെന്നില്ല, ശബരിമല മാറി മാറി ഭരിച്ച എല്ലാ പാർട്ടിക്കാരും അതിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടുണ്ട്. ശബരിമല ഭണ്ഡാരത്തിലേക്ക് വന്നു വീഴുന്ന വിലമതിക്കാനാവാത്ത സ്വർണ്ണ വജ്രാഭരണങ്ങളും വിലമതിക്കാനാവാത്ത സ്വത്തുമൊക്കെ അവിടെ തന്നെ ഉണ്ടോ, കണക്കിൽ പോലും പെടുത്താതെ ആരൊക്കെ അത് പങ്കിട്ടു എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള തുടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കേവലം കമ്മിക്കൂട്ടങ്ങളിൽ അവസാനിക്കില്ല. ശബരിമല കള്ളന്മാരുടെ അക്ഷയഖനിയായിരുന്നു. അത് പിടിക്കപ്പെട്ടത് അവരുടെ ആർത്തി കൂടി ഭഗവാനെ തന്നെ മോഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ്. അവർ ഭഗവാന്റെ ശ്രീകോവിലിലെ കട്ടിലപ്പടിയും ദ്വാരപാലക ശില്പവും വരെ മോഷ്ടിക്കാൻ ഇറങ്ങി. ഇത് പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ ഭഗവാനെ പോലും മോഷ്ടിക്കുമായിരുന്നു. ഏറ്റവും ഒടുവിൽ VSSCയുടെ രാസപരിശോധന റിപ്പോർട്ട് വന്നപ്പോൾ കൊണ്ടുപോയ ലോഹമല്ല, കൊണ്ടുവന്ന ലോഹം എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു. ഇതോടെ ശബരിമലയിൽ ഒന്നും ബാക്കിയില്ലെന്നും റിക്കവറി എന്ന പേരിൽ കൊണ്ടുവന്നതൊക്കെ കള്ളമാണെന്നും ശബരിമലയിലെ സ്വർണമെല്ലാം കള്ളന്മാർ കടത്തി വിറ്റിരിക്കുന്നു എന്നും ബോധ്യമായിരിക്കുന്നു. ഉരുക്കി വിറ്റു എന്ന് പറയുന്നത് പോലും കള്ളമാവാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു. എവിടെ നിന്നോ പകരം സ്വർണം കൊണ്ടുവന്ന് തടി തപ്പാനുള്ള നീക്കമാണ് നടന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. സംശയകരവും ദുരൂഹവും അസ്വസ്ഥജനകവുമായ സാഹചര്യങ്ങളാണ് ശബരിമലയിൽ ഉള്ളത്. അതുകൊണ്ട് ഒരുത്തനെയും വെറുതെ വിടില്ല എന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. ഈ വരുന്ന ഫെബ്രുവരി 9 അന്തിമ റിപ്പോർട്ട് കോടതി ചോദിച്ചിട്ടുണ്ട്. ദ്വാരപാലക ശില്പമോഷണ കേസിൽ 3 പ്രതികളെയും കട്ടിളപ്പടി മോഷണ കേസിൽ 2 പ്രതികളെയും ഇനിയും കൂട്ടിച്ചേർക്കാനും അറസ്റ്റ് ചെയ്യാനുമുണ്ട് എന്നും അന്വേഷണ സംഘം കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അഷ്ടദിക്പാലകരെ അടിച്ചുമാറ്റിയതും വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതുമൊക്കെ അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇവിടെ ആരും നീതിമാന്മാരല്ല, കള്ളന്മാരുടെ ഒരു കൂട്ടമായിരുന്നു സന്നിധാനത്തുണ്ടായിരുന്നത്. അവർ ഭഗവാനെ ഇതുവരെ അടിച്ചു മാറ്റാതിരുന്നത് ഭാഗ്യം എന്ന് കരുതാം. ഒരുത്തനും രക്ഷയില്ല. സകലരും ചുരുണ്ടുകൂടി ഇനി ജയിലിൽ തന്നെ ശിഷ്ടകാലം കഴിയേണ്ടി വരും.